അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അടുത്തുണ്ടല്ലോ ഒരു വിൻറ്റേജ് കാർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു കാറാണ് കേട്ടോ. അപ്പോൾ ഈ കാർ വെച്ചിട്ട് നമുക്കൊരു കിടിലൊരു ഷൂട്ട് എടുത്ത് നോക്കിയാലോ, അതിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയാലോ. ഓക്കെ, ബാ. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് തന്നെയാണ്, പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് ആ ഷൂട്ട് എടുത്തപ്പോഴും ഞാൻ വിചാരിച്ചു അതേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാർ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഫോഗ് എഫക്റ്റും പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിലും ഈ കാറും അതൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ ഈ ഒരു കാർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിൽ സൂട്ടായിട്ട് എടുക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതെടുത്തപ്പോഴത്തേക്കും ഇതും കൊള്ളാം, അതായത് സ്പ്രേ ബോട്ടിൽ എടുത്തപ്പോഴത്തേക്കും ഈ കാർ വെച്ചെടുത്താലും കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചെറിയൊരു കാർ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ കാർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഒയാസിൻ്റെ മേലിലാണ്. ഇത് ഞാൻ എന്തായാലും ഇതിൻ്റെ നെയിമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയും. പക്ഷേ അതിന് മുന്നേ കാർ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇതിലങ്ങ് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പെർഫെക്റ്റ് എന്ന്. നൈസായിട്ട് തന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഇതിൻ്റെ ബാലൻസ് അതിന് ഹൈറ്റ് ഒന്ന് കൂട്ടണം. ഏതാണ് നമ്മളെ ട്രൈപോഡിൻ്റെ, എങ്കിലേ അത് കാണാനായിട്ട് കുറച്ചുകൂടെ ഫ്രെയിമിങ് നല്ല പക്കയാവുള്ളൂ. ഫ്രെയിമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രെയിമിംഗ് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കതനുസരിച്ചുള്ള നല്ല പടങ്ങൾ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. എപ്പോഴും ഒരേ ഫ്രെയിമിലല്ലല്ലോ, വെവ്വേറെ ഫ്രെയിമിൽ നമ്മൾ ഉറപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫ്രെയിം മതിയാകുമെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, അത് വെച്ചിട്ട് ഫ്രെയിം ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം ഒന്ന് അറേഞ്ച് ചെയ്യണം. ക്യാമറ കുറച്ച് എടുത്തോട്ട് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഫോക്കസും ഒക്കെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ 2 ലൈറ്റ് വേണ്ട, ഒരു ലൈറ്റ് മതി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ലൈറ്റ്, ഒരു ടോപ്പ് ലൈറ്റായിട്ട് ഒരു ലൈറ്റ് കൊടുക്കാം. കാരണം അത് ഇതൊരു ഫ്ലാറ്റ് ലൈറ്റ് കഴിഞ്ഞ ഇതുപോലെ നല്ലൊരു ലൈറ്റായി. അപ്പോൾ നമുക്ക് ഒരു ടോപ്പ് ലൈറ്റ് കൊടുത്ത് ഇതിനെ സെറ്റാക്കാം എന്നാണ്. അപ്പോൾ ടോപ്പ് ലൈറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് ടോപ്പ് ലൈറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ടോപ്പ് ലൈറ്റ് കൊടുത്ത് ഇതിനെ കുറച്ചുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി ആ ഒരു ലെവലിൽ വെച്ചിട്ട് ഒരു ഡോറൊക്കെ ഇതിൻ്റെ ഓപ്പൺ ആവും. അതിന് ഡോറൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ, നല്ല ഫോട്ടോ ആയിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ട്രൈ ആണല്ലോ, നമ്മൾ ട്രൈ ചെയ്യുന്നതാണല്ലോ നമുക്ക് നല്ല നല്ല വിഷ്വൽസ് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു ഫോട്ടോ കിട്ടിയാലോ. ഓക്കെ, ഇതിൻ്റെ പക്ഷേ അപ്രോച്ചർ നമ്മൾ കുറച്ചുകൂടെ കയറ്റി വയ്ക്കണം, കുറച്ചുകൂടെ അപ്രോച്ചർ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് വല്ലാതെ അങ്ങ് ഔട്ടാവുന്നുണ്ട്. അപ്രോച്ചർ ഞാനൊരു 9 വയ്ക്കുകയാണ്. ISO ഞാൻ മാക്സിമം ഒന്ന് കൂട്ടി തന്നെ വയ്ക്കുകയാണ്. കാരണം എനിക്ക് ISO ഇല്ല, പിക്കിൻ്റെ ഒരിത് മതി. നല്ലൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ ഫോഗും കൂടെ കൊടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ കാറിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. കാരണം തിരിച്ച് വെച്ചായിരുന്നു ഒരു കുഴിയിലകപ്പെട്ട കാറ് തിരിച്ച് കയറി പോകുമ്പോൾ എങ്ങനെ അതിൻ്റെ ഫോഗ് വരും എന്നുള്ള ലെവലിൽ നമുക്ക് നോക്കിയിട്ട് ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കാം. അത് കുറച്ചുകൂടെ ബ്യൂട്ടി ആയിരിക്കും, ഒരു കോൺസെപ്റ്റും കൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു സെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാം. കാരണം എനിക്കതൊന്നാലും കട്ട് ചെയ്യേണ്ടി വരും ജസ്റ്റ്. അപ്പോൾ സെയിമായിട്ട് 2 പിക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ഒരു പിക്ക് എടുത്തു, അടുത്ത പിക്കിൽ ഫോം കൂടെ വെച്ചിട്ട് പിക്ക് എടുത്തു.
ഓക്കെ, അപ്പം അതിൻ്റെ നമുക്ക് പിക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് എൻ്റെ പിക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പിക്ക് ആയിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ബിഫോർ ആഫ്റ്ററും കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്.